ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഗൗരി ശങ്കരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച ചാരങ്കാട്ട് തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഇടയിൽ ചില വഴക്കും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഗൗരിയെ വിട്ടുകൊടുക്കാതെ ശങ്കർ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ശങ്കറിന് ഗൗരി ഇല്ലാത്ത ഒരു ജീവിതം ശങ്കറിനില്ല. പക്ഷെ ഗൗരി എങ്ങനെയെങ്കിലും തന്റെ ശങ്കറിന്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ഗംഗയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹാദേവനും രാധാമണിയൊക്കെ ഇങ്ങനെ കച്ച കെട്ടി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് കൂടി ഗംഗയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ശേഖരനും ഇങ്ങനെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ചാരങ്ങാട്ട് നടക്കുകയും എന്നാൽ ഗൗരിയെ ഗംഗയുടെയും ശങ്കറിന്റെയും മുന്നിൽ വെച്ച് തള്ളിക്കളയുകയും ഗൗരിയെ കുറിച്ച് കുറ്റം പറയുന്നത് കണ്ടിട്ട് ശങ്കറിന് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ശങ്കർ തന്നെ ഗൗരിയെ ഇങ്ങനെ ചേർത്ത് തന്റെ ജീവിതത്തിലെ ഒരു പാതിയാണ് ഗൗരി എന്നുള്ള രീതിയിൽ രാധാമണിക്ക് തക്കതായിട്ടുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ചാരങ്ങാട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി എല്ലാവരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഗൗരിയുടെയും ശങ്കറിന്റെയും ഒരു നല്ലൊരു ജീവിതമാണ് ഇനി കാണാൻ പോകുന്നത്. ഗംഗയും അതിന് കട്ട സപ്പോർട്ടാണ്. ശങ്കർ വഴക്കുണ്ടാക്കിയതിനു ശേഷം ആ ഒരു ടെറസിൽ പോയി കിടക്കുകയും ഗൗരി പിറകെ പോയി ശങ്കറിന്റെ കൂടെ കിടക്കുകയും പിന്നെ രാത്രി ഗൗരി ഉറങ്ങിയതിനു ശേഷം തന്റെ നെഞ്ചോട് ഗൗരിയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയും അങ്ങനെ ചില ഒരു പ്രണയ നിമിഷങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തുകൂടി നമ്മുടെ ശിവരഞ്ജിനെ എങ്ങനെയെങ്കിലും ആദർശിന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വേണി കട്ടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില പ്ലാനുകളൊക്കെ നമ്മൾ വേണി നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ ചിലത് പാളി പോകുന്നുണ്ടെങ്കിലും ചിലതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അങ്ങനെ എന്നേക്കുമായിട്ട് ശിവരഞ്ജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണിയും ആദർശം ശ്രമിക്കുമ്പോൾ ഈ അതിന്റെ ഇടയിൽ തന്നെ ധ്രുവന്റെ ആ ഒരു ധ്രുവൻ മരിച്ചിട്ടില്ല എന്നുള്ള ഒരു രഹസ്യവും കൂടി പുറത്താവാൻ പോവാണ്. എന്തായാലും നമ്മുടെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശങ്കർ പോവാണ്. അങ്ങനെ ശങ്കർ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഗൗരി പറയുന്നത് എന്തും കേൾക്കാം എന്നാണ് ശങ്കർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം.